അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളുടെ വിഷയം ഒരു മുസ്ലിം ട്രഡീഷണൽ ഒരു പരമ്പരാഗത മഹല്ലിൽ ഏതാണ്ട് 1500 വീടുകളുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു പരമ്പരാഗത സിസ്റ്റം അനുസരിച്ച് നേരത്തെയുള്ള മഹല്ല് അങ്ങനെ തന്നെ തുടരുന്ന രീതിയാണ് പലയിടത്തും കാണുന്നത്. മഹല്ല് ഒരു ജുമഅത്ത് പള്ളിയെ കേന്ദ്രീകരിച്ച് വലിയൊരു മഹല്ല് സംവിധാനത്തിൽ അവിടെയാണ് ഖബറടക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 1500 വീടുകളുള്ള വലിയ മഹല്ലാണ്. പുതിയ ചെറുപ്പക്കാർ കുറച്ച് പേര് പല സ്ഥലവും പല വീടുകളും വളരെ വിദൂരത്താണ്. മഹല്ലിന് കീഴിൽ സബ് മഹല്ലുകളായിട്ട് ഖബറടക്കത്തിനൊക്കെ സൗകര്യമുള്ള 2 മഹല്ലുകൾ കൂടി രൂപീകരിക്കണം എന്നുള്ള അഭിപ്രായമായിട്ട് വരുന്നു. പക്ഷേ കാരണവന്മാർ സമ്മതിക്കുന്നില്ല. അവർ പരമ്പരാഗതമായിട്ട് തുടരുന്ന രീതി ഇതാണെന്നുള്ള ഒരു പ്രശ്നമായിട്ട് താങ്കളെ സമീപിക്കുമ്പോൾ അതിനെന്ത് പരിഹാരമായിരിക്കും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക? കയ്യിലെടുത്തൂടെ? check. വേറെ 2 മഹല്ലും കൂടി ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇവിടെ വന്നിട്ടുള്ള പ്രശ്നം മഹല്ലില് 1500ഓളം വലിയ മഹല്ലാണ്. ഇപ്പോൾ നമ്മൾ കോടങ്ങാട് മഹലിനെ കുറിച്ചൊക്കെ പറയില്ലേ, ദുനിയാവത്തെ ഏറ്റവും വലിയ മഹൽ, അതേമാതിരത്തെ ഒരു വലിയ മഹലാണ്. അപ്പോൾ അതിൽ പലർക്കും ഖബറടക്കാൻ നമ്മൾ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകാനും മറ്റൊക്കെ ഒരുപാട് ദൂരെ നടക്കേണ്ടതായിട്ടുണ്ട്. അത്തരം സാഹചര്യത്തിൽ ചില ചെറുപ്പക്കാർ സബ് മഹല്ലുകൾ വേണം എന്ന് ആവശ്യപ്പെടുകയും കാരണവന്മാർ അതിനെ എതിർക്കുകയും ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു തങ്ങളെന്ന നിലയ്ക്ക് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സൊല്യൂഷൻ കൊടുക്കണം, അതാണ് ഇവിടുത്തെ മസലായിട്ട് വന്നിട്ടുള്ളത്. നമ്മളെ ഒരു പ്രോബ്ലം സോൾവിംഗ് ആണ് നമ്മൾ ചെയ്യാനുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 2 ടീമിനോടും. അവിടെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏത് നാട്ടിലും എന്ത് പ്രശ്നമാണെങ്കിലും വലിയ ആളുകൾ പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ആളുകളും യുവാക്കളും തമ്മിൽ ഒത്തുപോകാൻ കുറച്ച് പ്രയാസമായിരിക്കും ഏത് ഒരു വിധം ഇതിലൊക്കെ. കാരണം അത് ജനറേഷൻ ഗ്യാപ്പാണ്. അവർ കാണുന്നതും നമ്മൾ കാണുന്നതും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവർ കണ്ടു വളർന്ന രീതിയും നമ്മൾ കണ്ടു വരുന്ന രീതിയും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെയാണ് കാരണം. ഇപ്പോൾ ടി വി മുമ്പത്തെ കാലത്ത് ഒരുപാട് ഉലമാക്കൾ അതിനെ കട്ടൊക്കെ എതിർത്തിരുന്നു, നല്ല ശക്തമായി എതിർത്തിരുന്നു. ടി വിയിൽ ഹജ്ജ് വരെ കാണാൻ പറ്റൂല, ക്ലോസറ്റിൽ ചോറിട്ട് തിന്നുവെന്നാന്ന് പോലും ചോദിച്ചിരുന്നു ഉലമാക്ക. അത് അവരുടെ ആത്മാർത്ഥത, നമ്മളതിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല. പക്ഷെ ഇന്നത്തെ നേതാക്കളൊക്കെ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഓൺലൈനും മറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നല്ല ഭാഗമുണ്ട്, ചീത്ത ഭാഗമുണ്ട്, മോശമായ ഭാഗമുണ്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഈ 2 ജനറേഷനോട് നമ്മൾ സംസാരിക്കുമ്പോൾ 2 പേരെയും തൃപ്തിപ്പെടുത്തി നമ്മൾ സംസാരിക്കണം. 2 പേരെയും ഇപ്പോൾ ഒരു സൊല്യൂഷൻക്ക് നമ്മൾ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ സൈക്കോളജിയിലൊക്കെ എപ്പോഴും അതിൻ്റെ കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് ആദ്യം പറയാതാ, ആദ്യം 2 പേരുടെയും പ്രശ്നങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം, പൂർണ്ണമായും കേട്ടുകൊടുക്കണം. ഇപ്പോൾ ഇവർക്ക് ഇവരുടേതായ ന്യായങ്ങളുണ്ടാവും, പിന്നെ മറ്റേ ന്യായം പറഞ്ഞവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവും. അത് 2 പൂർണ്ണമായി കേട്ടുകൊടുക്കണം. ഇല്ലെങ്കിൽ ഇയാൾ ഓലെ ഭാഗത്താണ് എന്ന് ഈ പ്രശ്നം പറയുന്നവർക്ക് തോന്നും. അതില്ലാതിരിക്കാൻ നമ്മൾ 2 പേരുടേതും 2 വിഭാഗത്തിനും പൂർണ്ണമായിട്ട് കേൾക്കണം. എന്നിട്ട് നമ്മളൊരു സൊല്യൂഷൻ പറഞ്ഞാലേ അത് എടുക്കുള്ളൂ. ഇയാൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയുന്നത് എന്ന് തോന്നുള്ളൂ. അപ്പോൾ ഇത്തരം ഒരു പ്രശ്നം വരുമ്പോൾ ഒരു മഹല്ല്
ഒരു വലിയ മഹല്ല്, ഒരു മഹല്ലിൽ 2 ജുമ 3 ജുമ നടക്കരുത് എന്നാണ്. പക്ഷേ ചില കാരണങ്ങൾ നമ്മളെ ഫത്തുമോയിലൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. ചില കാരണങ്ങൾ ഒരു പള്ളിയിൽ കൊള്ളാത്ത അവസ്ഥ വരികയോ ഇത്തരം ബുദ്ധിമുട്ടുകൾ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ വേറെ സബ് മഹല്ലുകൾ ഉണ്ടാക്കാം, അങ്ങനെ ഹുക്കുമുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് നമ്മളെ നേതാക്കന്മാരെന്നെ അനുവദിച്ചിട്ട്. അപ്പോൾ അത്തരം രീതിയിൽ 2 ടീമിനെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ 2 ടീമിൻ്റെ അത് കേട്ടിട്ട് ഇപ്പോൾ നേതാക്കന്മാരോട് നമ്മൾ ഓലെ തൃപ്തിപ്പെടുത്തുന്ന സുലൈമാക്ക ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായത് കൊണ്ടല്ലേ, നമ്മൾ കണ്ടറിയണ്ടേ, നമ്മളെ നാടിൻ്റെ നന്മക്കല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെയും തൃപ്തിപ്പെടുത്തണം, 2 ടീമിനെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മളെ മറുപടി എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ നമ്മളെയും അവരെയും ഒരു ഒറ്റ കാറ്റഗറിയിൽ പരമാവധി ഉൾപ്പെടുത്താൻ നോക്കുക. ഇപ്പോൾ ഒരാൾ പരാതി പറയുമ്പോൾ, പ്രശ്നം പറയുമ്പോൾ എപ്പോഴും നമ്മൾ സാധാത്യങ്ങൾ തങ്ങന്മാരെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ വിഷമോ അങ്ങനത്തെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളും അപ്പം എന്താ എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് മോഡല്, അതാണ് ഒന്നാമത്തെ. നമ്മൾ പോലെ ഒരു കാറ്റഗറി ആക്കി നമ്മൾ പറഞ്ഞ എന്തായാലും അവർ കേൾക്കും. എന്ത് വലിയ അവരെ എതിർക്കുന്ന ഒരു ഇപ്പോൾ ചില നിയമം ചിലർക്ക് ആൻറ്റി ആയി വരും, അതുവരെ അവർ കേൾക്കും. എന്താവണം, നമ്മൾ ഓലും നമ്മളൊക്കെ ഒരു ടീമാണ്, ഒരു സെയിം ടീമാണ് എന്ന് തോന്നിപ്പിക്കണം, എന്നാൽ നമ്മൾ പറയുന്നതൊക്കെ അവർ കേൾക്കും. അപ്പോൾ ഇത്തരത്തിൽ സമാധാനമായി ഒരു പ്രശ്ന പരിഹാരം. അപ്പോൾ ഇതിൻ്റെ മസലായി വരുന്നത് അങ്ങനെ സബ് മഹല്ലുകൾ പറ്റും എന്നാണ്. അത് 2 പേരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ വിശദീകരിച്ചു കൊടുക്കുക. 2 പേർക്കും ആദ്യമായി പ്രശ്നപരിഹാരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് 2 പേർക്കും പൂർണ്ണമായി കേൾക്കുക, എന്നിട്ട് നല്ലൊരു അതിൻ്റെ മസല എന്താണോ അതിനനുസരിച്ച് ഒരു മറുപടി നല്ല രീതിയിൽ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. 2 പേരെയും നമ്മൾ പറയുന്ന ശൈലിയിലും വലിയ കാര്യമുണ്ട്. ചൂടായി പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചും എതിർപ്പ് വരും, അയാൾ അതാ തങ്ങളാ ചെയ്തു വലിയതാ, അങ്ങനത്തെ എതിർപ്പുകൾ വരും. അപ്പോൾ 2 പേരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ അത് പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുക്കുക, നല്ല മയത്തിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അത്രയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.